ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു GNM എപ്പോഴാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. 2024 14 ഗവൺമെന്റ് കോളേജസിലായിരുന്നു GNMന് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത്. അതായത് ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് കോളേജസിൽ മാത്രമാണ് GNMന് അപേക്ഷ നൽകാൻ സാധിച്ചിരുന്നത്. അത് DHS വഴിയും DMEയുടെ വെബ്സൈറ്റ് വഴിയുമായിരുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഒന്നും LDS വഴി അല്ലായിരുന്നു. ഇതിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റ് വഴി ഒരു ഫോം കിട്ടും. അത് പൂരിപ്പിച്ച് ഡോക്യുമെന്റ്സ് എല്ലാം കൂടി നമ്മൾ തപാലിൽ അയക്കുകയോ തപാൽ മുഖേനയോ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് LBS വഴിയാണ് GNMന്റെ അപേക്ഷ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് കാര്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ആ ജില്ലയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് കൊല്ലം ജില്ലക്കാർക്കാണെങ്കിൽ കൊല്ലം ജില്ലയിലുള്ള ഹോസ്പിറ്റൽ, അതുപോലെ ട്രിവാൻഡ്രം ജില്ലക്കാർക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ആ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ SC ST വിഭാഗക്കാർക്ക് കൊല്ലം ജില്ലയിലെ ആശ്രമത്തിലുള്ള കോളേജസിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി 2025 LBSന്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് GNMന്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. 14 ജില്ലകളിൽ തന്നെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റും LBSൽ നിന്നും നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയത്ത് നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് GNMന്റെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ടോട്ടൽ GNM പറയുമ്പോൾ 3 വർഷത്തെ കോഴ്സാണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് 2 വർഷം പോസ്റ്റ് ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ BSc നഴ്സിംഗിൻ്റെതായ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇതിന് +2 ബയോമാക്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇത് എടുത്തു പറയാനുള്ള കാരണം എൻ്റെ സിസ്റ്റർ GNM ആണ് പഠിക്കുന്നത്. ആളെ ട്രിവാൻഡ്രം കിംസിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഫീസും സ്ട്രക്ചറും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാം. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. VHSC ഒക്കെ എടുത്ത കുട്ടികൾക്ക് GNM പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നീ പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള നല്ല കോളേജസിലും GNMന്റെ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പാക്കേജ് ആയിട്ട്, അതായത് ഒരു 3 വർഷത്തത് 3 ലക്ഷം രൂപയ്ക്ക് പാക്കേജ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന നല്ല കോളേജസ് പുറത്ത് അവൈലബിൾ ആണ്. 90% താഴെ മാർക്കുള്ള കുട്ടികൾ ഇതിന് വേണ്ടിയിട്ട് കേരളത്തിൽ വെയിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് അവസാനം സീറ്റ് കിട്ടിയില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള സീറ്റുകളും ഫില്ലായി പോകുന്നതായിരിക്കും. 1 ഇയർ പാഴാകി പോവുകയും ചെയ്യും. പല കോളേജസിലും വെബ്സൈറ്റ് വഴിയും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ എടുക്കാൻ താല്പര്യം ആ കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. ഡയറക്റ്റ് വിളിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ്. കറക്റ്റ് ആയിട്ട് തന്നെ അവിടെയുള്ള മാനേജ്മെന്റിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. കുറെ കുട്ടികളുടെ ഡൗട്ടായിരുന്നു ഡൊണേഷൻ ഉണ്ടോ എന്നുള്ളത്. പല കോളേജസും ഡൊണേഷൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ ചില കോളേജസ് ഡൊണേഷൻ ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണോ നിങ്ങൾ അവിടെ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കുക എന്നുള്ളത്. അതോടൊപ്പം എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് LBSന്റെ അപ്ഡേറ്റ്സ് ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻസും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം കഴിഞ്ഞിട്ടായിരിക്കും പല കുട്ടികളും പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ 21 കോളേജസ് ആഡ് ആയിട്ടുണ്ട് എന്നത് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊന്നും 21 കോളേജസ് ഓപ്ഷൻ വെക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ഓപ്ഷനിൽ ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ 21 കോളേജസ് ഓൾറെഡി അപ്രൂവൽ കിട്ടിയത് വെക്കാത്ത കുട്ടികൾക്ക് ഇനി അത് വെക്കാൻ സാധിക്കില്ല. ഞാൻ ഒന്നുകൂടി പറയാണ്, കാരണം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച ഒരു കാര്യമാണ്. ഇനി ട്രയൽ അലോട്ട്മെന്റിന് ശേഷം, അതായത് ഓഗസ്റ്റ് 1 ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഏതെങ്കിലും കോളേജസിന് അപ്രൂവൽ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വരുന്ന കോളേജസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇനി അപ്രൂവ് ചെയ്യാൻ പോകുന്ന കോളേജസ് ആഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് നിങ്ങൾക്ക് ഇനി പുതിയ ഓപ്ഷൻസ് ആയിട്ട് വെക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.